വരേണ്ടത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി വന്ന് ഇവിടെയുള്ള മെഡിക്കൽ കോളേജിന്റെ പ്രശ്നവും പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലേക്ക് രോഗികളെ ചികിത്സയുടെ ചെലവ് വഹിക്കാനുള്ള കാര്യം ഉൾപ്പെടെ എല്ലാ കാര്യവും ജനങ്ങൾക്ക് ജീവിക്കണം, വയനാട്ടിലെ സാധാരണക്കാർക്ക് ജീവിക്കണം. ആ ജീവിക്കാൻ ഇന്ന് പ്രയാസകരമായ സാഹചര്യമാണ്. ജനം ഈയാമ്പാറ്റകളെ പോലെ വന്യമൃഗത്തിന് എറിഞ്ഞു കൊടുത്തിരിക്കുകയാണ് സർക്കാർ. ആരാണ് ഉത്തരവാദി എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവാദി ഫസ്റ്റ് അക്യൂസ്ഡ് കേരളത്തിലെ സർക്കാരാണ്. പോളിന്റെ മരണം, തോമസിന്റെ മരണം ചികിത്സ കിട്ടാതെയാണ്. ഒന്നാമത്തെ പ്രതി ഗവൺമെന്റാണ്. ആ ഗവൺമെന്റ് അതിന്റെ നാഥനായ മുഖ്യമന്ത്രി തന്നെ ഇവിടെ വരണം. തിരിഞ്ഞു നോക്കാത്ത മന്ത്രിയുടെ ചർച്ചയുമായി മുന്നോട്ട് പോകാൻ ഒരിക്കലും ഒരുക്കമല്ല എന്നുള്ളത് കൂടെ ഇവിടെ കൃത്യമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ, സംസ്ഥാന സർക്കാരിന്റെ ഇത്തരം നടപടികൾ അടിയന്തരമായി തിരുത്തണം. സംസ്ഥാന മുഖ്യമന്ത്രി ഇവിടെ വരണം. ഈ മന്ത്രിയെ അടിയന്തരമായി ജില്ലയുടെ ചുമതലയിൽ നിന്നും വനം മന്ത്രി ചുമതലയിൽ നിന്നും മാറ്റാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം. ജനങ്ങൾ അരക്ഷിതാവസ്ഥയിലുള്ള സമയത്ത് അതൊന്നും കാണാതെ മുന്നോട്ട് പോകുന്ന ഈ നടപടി അത്യന്തം ഗൗരവതരമാണ്. അതിന്റെ ജനവികാരം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ ബഹിഷ്കരണം ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. വയനാടിന്റെ പൊതുവായ ഒരു വിഷയമാണ്. മന്ത്രിതല സംഘം നേരിട്ടെത്തിയിട്ടില്ല. അത്തരമൊരു ഘട്ടത്തിൽ ഈ പൊതുവിഷയം അഡ്രസ് ചെയ്തുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവിടെ നേരിട്ട് അവതരിപ്പിക്കുന്നതിന് പകരം മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പല ആവശ്യങ്ങളും പറയുകയും മുഖ്യമന്ത്രി ഞങ്ങൾ ഉള്ളിൽ ഏതൊക്കെ പറഞ്ഞില്ല എന്ന് നിങ്ങൾക്കറിയോ? ഞങ്ങൾ പറയട്ടെ നിങ്ങൾ ചോദ്യം ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങൾ ചോദ്യം ചോദിച്ചതിന് മറുപടി പറയട്ടെ. ഞങ്ങൾ ഏതൊക്കെ പറഞ്ഞില്ല എന്ന് നിങ്ങൾ കേട്ടില്ലല്ലോ. ഒന്ന്, ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ മീറ്റിംഗിൽ അക്കമിട്ട് നിരത്തിയ എല്ലാ കാര്യങ്ങളും പറഞ്ഞല്ലോ. സിദ്ദിഖ് പ്രതിപക്ഷ MLA ഈ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ വരാതെ പറ്റില്ല എന്ന നിലപാട് സ്വീകരിച്ച് ഇറങ്ങി വന്നിരിക്കുകയാണ്. ഷിത ജഗത്ത് സർവകക്ഷി യോഗത്തിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. ഷിത, മുഖ്യമന്ത്രി വരാതെ യോഗത്തിനകത്ത് പങ്കെടുക്കാൻ കഴിയില്ല, യോഗവുമായി സഹകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് സ്വീകരിക്കുകയാണോ ഇവർ? അതോ ഈ യോഗത്തിനകത്ത് ഈ ജില്ലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവർ ഉന്നയിച്ചോ? അതോ ഒന്നും ഉന്നയിക്കുന്നില്ല, മുഖ്യമന്ത്രി വന്നാലേ ഉന്നയിക്കൂ എന്ന നിലയ്ക്കാണോ അവരുടെ പ്രതിഷേധം? അവരുടെ സങ്കടത്തിനും ദുഃഖത്തിനും ഓടിയെത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് മുൻ ആഭ്യന്തരമന്ത്രി പ്രിയങ്കരനായ രമേശ് ചെന്നിത്തല ഈ സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി പ്രിയങ്കരനായ നമ്മുടെ നേതാവ് രമേശ് ചെന്നിത്തലയെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷൻ